അപ്പം നമ്മുടെ നാലാമത്തെ മൊഡ്യൂളാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ അതിനകത്ത് കുറച്ച് തിയറി ഉണ്ട്, അത് ആദ്യമേ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കി, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ സ്പെഷ്യൽ ആൻഡ് യൂണിക് ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് എ സിസ്റ്റം ഓർ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രോഫിറ്റ് പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അബൌട്ട് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, എക്സ്പോർട്ട് ഡിസിഷൻ ആൻഡ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. Similarly, it is helpful to determine profitability at different levels of production and sale. ഇപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, സ്പെഷ്യൽ ആൻഡ് യൂണീക്ക് ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. അപ്പം കോസ്റ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യലും ഒരു യൂണീക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ വേറെ ഇത് ഈ മാർജിനൽ കോസ്റ്റിംഗ് പോലെ വേറെ ഒരെണ്ണമില്ല. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു യൂണീക്ക് ടെക്നിക്കാണ്. അപ്പം മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആൻഡ് യൂണീക്ക് ടെക്നിക്കാണ് കോസ്റ്റിങ്ങിൻ്റെ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ സിസ്റ്റം ഓർ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അതൊരു സിസ്റ്റമോ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങോ അല്ല. പിന്നെ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രോഫിറ്റ് പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അബൌട്ട് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിങ്ങിനും പ്രോഫിറ്റ് മേക്കിങ്ങിനും യൂസ്ഫുൾ ആണ് മാർജിനൽ കോസ്റ്റിംഗ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഡിസിഷൻ എടുക്കാനായിട്ട്, മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാനെല്ലാം ഏത് സഹായകരമാണ്, മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബൌട്ട് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് പ്ലാനിങ്ങിന് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, ഏതിനെക്കുറിച്ചെല്ലാം ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ, എക്സ്പോർട്ട് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ, മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലെല്ലാം ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമിലർലി ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഡിറ്റർമൈൻ പ്രോഫിറ്റബിലിറ്റി. അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ, ഇപ്പം പ്രൊഡക്ഷൻ ആൻഡ് സെയിലിൻ്റെ പല ലെവൽസിൽ പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ടും ഈ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത്രയാണ് മാർജിനൽ കോസ്റ്റിങ്ങിനെ ഒരു ചെറിയൊരു ഷോർട്ട് മീനിങ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തതാണ്, in marginal costing, only variable costs are taken into account. These variable costs will change in direct relation to the change in the volume of production, but fixed costs do not change and remain constant for any level of production. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ. ദീസ് വേരിയബിൾ കോസ്റ്റ്, ഈ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ഡയറക്റ്റ് റിലേഷൻ ടു ദ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഏത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും? വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഈ വേരിയബിൾ കോസ്റ്റും അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഡു നോട്ട് ചേഞ്ച് ആൻഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഫോർ എനി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം പ്രൊഡക്ഷൻ്റെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അവിടെ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ വേരിയബിൾ കോസ്റ്റ് അങ്ങനെയല്ല. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. എന്നാൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യത്തില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇനി മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡയറക്റ്റ് കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ഓർ ഇൻക്രിമെൻ്റൽ കോസ്റ്റിംഗ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിന് വേറൊരു പേരും കൂടെ പറയും, ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്നും പറയും, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്നും പറയും, ഇൻക്രിമെൻ്റൽ കോസ്റ്റിംഗ് എന്നും പറയും. അപ്പോൾ അതിനൊരു മീനിങ് പറഞ്ഞേക്കുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിനെ കുറിച്ച്. ഇനി മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാന്നുള്ളത്. മാർജിനൽ കോസ്റ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് പറഞ്ഞേക്കുന്നത്, ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഇസ് ദി അഡീഷണൽ കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ബൈ വിച്ച് ടോട്ടൽ കോസ്റ്റ് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വൺ അഡീഷണൽ യൂണിറ്റ്. അപ്പം ആ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, ഇപ്പം പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് അവിടെ ഡിക്രീസ് ആവുകയോ ഇൻക്രീസ് ആവുകയോ ചെയ്യും. അപ്പോൾ അതിൻ്റെ അത് പറഞ്ഞേക്കുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, ഇഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1000 യൂണിറ്റ്സ് ഇസ് ₹20,000. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാവും? 20,000 രൂപയാവും. എന്നാൽ യൂണിറ്റ് ഒന്നുകൂടെ കൂട്ടുകയാണ്. 1001 യൂണിറ്റ്സ് ഈസ് 20,010. അപ്പം ഇതിൻ്റെ മാർജിനൽ കോസ്റ്റ് എത്രയാവും? മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഈസ് ₹10. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എങ്ങനെയാവും? അഡീഷണൽ കോസ്റ്റുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ അഡീഷണൽ യൂണിറ്റ് 1000 യൂണിറ്റിനുള്ള 1001 യൂണിറ്റ് ആക്കി. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേക്കുന്നത്, അതിന് അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ₹10 എന്ന് പറയുന്നതാണ് മാർജിനൽ കോസ്റ്റ്. കാരണം
1000 യൂണിറ്റിന് 20,000, 1001 യൂണിറ്റിന് 20,010. അപ്പം ഒരു യൂണിറ്റ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ചേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20,010 മൈനസ് 20,000 10 രൂപ. അപ്പോൾ ഇതാണ് അതിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ടോട്ടൽ കോസ്റ്റ് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് 1 അഡീഷണൽ യൂണിറ്റ്. പ്രൊഡക്ഷൻ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേന് അവിടെ എന്നാ ഉണ്ടാവും? ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ അവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് മാർജിനൽ കോസ്റ്റ്, എപ്പോഴും ചോദിക്കുന്നതാണ് എക്സാമിന്. പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത് അക്കോർഡിംഗ് ടു CIMA ഇംഗ്ലണ്ട്, മാർജിനൽ കോസ്റ്റ് ഈസ് ദി എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് ബൈ വിച്ച് അഗ്രിഗേറ്റ് കോസ്റ്റ് ആർ ചേഞ്ച് ഇഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് ബൈ വിച്ച് അഗ്രിഗേറ്റ് കോസ്റ്റ് ആർ ചേഞ്ച്ഡ്. അതായത് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കോസ്റ്റ് എത്രയാണോ അത് ചേഞ്ച് ആവും. എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്? ഇഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ഡിക്രീസ് ആവുമോ? അത് പറഞ്ഞേക്കുന്നത് കോസ്റ്റ് ആർ ചേഞ്ച് ഇഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. ഇവിടെ നമ്മൾ 1 യൂണിറ്റ് കൂടുമായിരുന്നു, ചിലപ്പോൾ 1 യൂണിറ്റ് അവിടെ കുറയാം. അപ്പം 1 യൂണിറ്റ് കൂടുവോ ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്നാ സംഭവിക്കും? മൊത്തം അഗ്രിഗേറ്റ് കോസ്റ്റിൽ അവിടെ എന്നാ ഉണ്ടാവും? ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നയാക്കൂ. അപ്പോൾ ആ ചേഞ്ചിന് എക്സ്ട്രാ കോസ്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ കോസ്റ്റ് ഇസ് ദി എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് ബൈ വിച്ച് അഗ്രിഗേറ്റ് കോസ്റ്റ് ആർ ചേഞ്ച്ഡ് ഇഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. വോളിയം ഓഫ് ഔട്ട്പുട്ട് ഒരു യൂണിറ്റായിട്ട് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്തോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിലുള്ള കോസ്റ്റിന് അവിടെ ചേഞ്ച് വരും. അപ്പോൾ അതിന് അഡീഷണൽ കോസ്റ്റ് അവിടെ ഉണ്ടാവും. ആ അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് മാർജിനൽ കോസ്റ്റിൻ്റെ. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തുവാണെന്നുള്ളത്. Marginal costing is a special technique of ascertaining the marginal cost or variable cost of a product. It is the ascertainment of marginal cost and of the effect on profit of changes in volume or type of output by differentiating between fixed cost and variable cost. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടെക്നിക്ക് ഓഫ് അസർട്ടൈനിങ് ദി മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതുപോലെ തന്നെ ഓർ വേരിയബിൾ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റും അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതുപോലെ ഇറ്റ് ഈസ് ദി അസർട്ടൈൻമെൻറ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതുപോലെ തന്നെ ആൻഡ് ഓഫ് ദി ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ചേഞ്ച് ആവും. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ആ പ്രോഫിറ്റിൽ എന്തെല്ലാം രീതിയിലുള്ള ഇഫക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനും മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞേക്കുന്നത് നമ്മൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അവിടെ മാറ്റി ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുമ്പോഴത്തേന് ഔട്ട്പുട്ടിൻ്റെ അകത്ത് ചേഞ്ച് വരും. അപ്പം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേന് അവിടെ പ്രോഫിറ്റിൻ്റെ അകത്ത് വ്യത്യാസം വരും. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് എന്തുവാണെന്ന് കണ്ടുപിടിക്കാനും മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓർ പ്രോസസ്. ഫിക്സഡ് കോസ്റ്റ് ബീങ് ടൈം കോസ്റ്റ് ഇസ് ചാർജ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി പീരീഡ്. മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് അന്നേരത്തെ ആ സമയം അനുസരിച്ച് സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് മാർജിനൽ കോസ്റ്റിംഗ്. ഇനി അതിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞേക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ഇസ് ദി അസർട്ടൈൻമെൻറ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ഓഫ് ദി ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അവിടെ ഔട്ട്പുട്ടിന് ചേഞ്ച് വരും. അതുപോലെ തന്നെ പ്രോഫിറ്റിന് അവിടെ അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റിൽ അവിടെ വ്യത്യാസം വരും. ആ പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്തുവാണ്, ആ പ്രോഫിറ്റിനുണ്ടാകുന്ന ഇഫക്റ്റ് എന്തുവാണെന്ന് കണ്ടുപിടിക്കാനും മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഒന്നാമത്തെ ഫീച്ചറാണ് ഇറ്റ് ഈസ് എ ടെക്നിക് ആൻഡ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അറിയാമല്ലോ. രണ്ടാമത്തെ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വിത്ത് എനി മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ അകത്തും മാർജിനൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. എല്ലാ കോസ്റ്റിനും നമ്മൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എന്ന് പറഞ്ഞാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ഉള്ളി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു പ്രൊഡക്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കുകയുള്ളൂ.
അഞ്ചാമത്തെ ഫിക്സഡ് കോസ്റ്റ് ആർ ഡയറക്ട്ലി ചാർജ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഫിക്സഡ് കോസ്റ്റ് ഒന്നെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ അത് കോൺട്രിബ്യൂഷൻ മാർജിനെതിരായിട്ട് അത് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യുന്നതായിരിക്കും. അത് പ്രോബ്ലം ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇനി ആറാമത്തെ കോൺട്രിബ്യൂഷൻ ഇസ് ദ ഗൈഡിംഗ് ഫാക്ടർ വിച്ച് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അത് ആ ഫോർമുല ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ അത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഗൈഡിംഗ് ഫാക്ടറാണ്. ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. The stock of finished goods and work in progress are valued at marginal cost or variable cost. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെയും വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിൽ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. The difference between contribution and fixed cost represents either profit or loss. കോൺട്രിബ്യൂഷൻ ആൻഡ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് മാർജിനൽ കോസ്റ്റിംഗ് അവിടെ സഹായിക്കുന്നു. അപ്പോൾ അതാണ് അത്രയാണ് ഫീച്ചേഴ്സ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തതാണ് അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. The technique of marginal costing is developed on certain assumptions. They are: the cost can be bifurcated into two clear-cut divisions, namely fixed and variable. Bifurcated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ഇൻറ്റു ടു ബ്രാഞ്ചസ്, അതാണ് ഈ ബൈഫർക്കേറ്റഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു ടു ക്ലിയർ കട്ട് ഡിവിഷൻസ്, നെയിംലി ഫിക്സഡ് ആൻഡ് വേരിയബിൾ. കോസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അതിനാണ് ബൈഫർക്കേറ്റഡ് എന്ന് പറയുന്നത്. ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് irrespective of the level of activity and therefore varies in direct relation with the volume. അപ്പോൾ എന്നാ പറഞ്ഞേക്കുന്നത്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ എന്തുമാത്രം ചേഞ്ച് വന്നു കഴിഞ്ഞാലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു വേരിയബിൾ കോസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. വോളിയം ചേഞ്ച്, പ്രൊഡക്ഷൻ ഓഫ് വോളിയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്, വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? എപ്പോഴും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് മൂന്നാമത്തേത്. The fixed cost remain constant for the entire volume of production, but fixed cost per unit varies inversely with the change in volume of. നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ലെവൽ ഓഫ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്തുമാത്രം ചേഞ്ച് ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? വേരി ചെയ്യും. വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അവിടെ വേരി ചെയ്യും. എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? റിമെയിൻസ് ഫിക്സഡ് ഓർ കോൺസ്റ്റൻറ്റ്, വേറാസ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരീസ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. എന്നാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? വോളിയം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും അവിടെ ചേഞ്ച് ചെയ്തിരിക്കും. അപ്പം ഇത് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇനി വേരിയബിൾ കോസ്റ്റ് ആണെങ്കിലോ അത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും, ഫിക്സഡ് ആയിരിക്കത്തില്ല. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് അവിടെ ചേഞ്ച് ചെയ്യും, ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യത്തില്ല. ഇവിടെ രണ്ടിൻ്റെ പെർ യൂണിറ്റിൻ്റെ കാര്യമാണ് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞേക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അവിടെ ഫിക്സഡ് ആണ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അവിടെ വേരി ചെയ്യും വോളിയം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്. ഇനി നാലാമത്തെയാണ് ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കീപ്സ് കോൺസ്റ്റൻറ്റ് അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇസ് ദ ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദി കോസ്റ്റ്. കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആകെയുള്ള ഒരു ഫാക്ടറാണ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. The variable cost and selling price per unit remain constant. Both of them increase or decrease proportionately with increase or decrease in level of activity. നമ്മൾ നേരത്തെ കണ്ടത് തന്നെ വേരിയബിൾ കോസ്റ്റും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. എങ്ങനെയാണ്? ബോത്ത് ഓഫ് ദം ഇൻക്രീസ് ഓർ ഡിക്രീസ് പ്രൊപ്പോർഷനേറ്റ്ലി. രണ്ടും എങ്ങനെ ചെയ്യും? ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. എങ്ങനെ? ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് വേരിയബിൾ കോസ്റ്റും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. That means both cost and revenue functions are linear. അപ്പോൾ അത്രയാണ് എന്നാന്ന് പറഞ്ഞേക്കുന്നത്, അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് പറഞ്ഞേക്കുന്നത്, അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഇനി അടുത്തതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എപ്പോഴും ചോദിക്കുന്നതാണ്, തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നാന്ന് നോക്കിയോ? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ടു ഓപ്പറേഷൻസ്, പ്രോസസ് ഓർ പ്രൊഡക്ട്സ്. നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് എന്നാ പറഞ്ഞേക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനകത്ത് അങ്ങനെയല്ല.
എല്ലാ കോസ്റ്റും അവിടെ എടുക്കും. വേരിയബിൾ ആൻഡ് ഫിക്സഡ് കോസ്റ്റ്, രണ്ട് കോസ്റ്റും അവിടെ ചാർജ് ചെയ്യുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇൻവെൻട്രി ഈസ് വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫുൾ കോസ്റ്റിംഗ് ഓർ ടോട്ടൽ കോസ്റ്റിംഗ് ടെക്നിക്. കാരണം രണ്ട് കോസ്റ്റിനെയും നമ്മൾ എടുക്കുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും അബ്സോർപ്ഷൻ കോസ്റ്റിനകത്ത് എടുക്കുന്ന കാരണം അതുകൊണ്ടാണ് അതിനെ ഫുൾ കോസ്റ്റിംഗ് ഓർ ടോട്ടൽ കോസ്റ്റിംഗ് ടെക്നിക് എന്നുള്ള കാര്യം അവിടെ പറയുന്നത്. അപ്പോൾ അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഫോളോയിങ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ടോട്ടൽ കോസ്റ്റ് ആർ ചാർജ് ടു ദി പ്രൊഡക്ട്സ് പ്രോസസ്സസ് ഓർ ഓപ്പറേഷൻ. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ കോസ്റ്റും അവിടെ ചാർജ് ചെയ്യും. എന്നാൽ മാർജിനൽ കോസ്റ്റിൻ്റെ അകത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ. വേരിയബിൾ കോസ്റ്റ് എലോൺ ആർ ചാർജ് ടു പ്രൊഡക്ട്സ് പ്രോസസ് ഓർ ഓപ്പറേഷൻ. രണ്ടാമത്തെ, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് ടോട്ടൽ കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് കാരണം വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ ദിസ് മെത്തേഡ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈ മെത്തേഡ് അനുസരിച്ച്, അതായത് വേരിയബിൾ കോസ്റ്റിൽ മാത്രമേ സ്റ്റോക്ക് എടുക്കുള്ളൂ, വാല്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? വിൽ ബി ലെസ് ദാൻ ദാറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറവായിരിക്കും ഈ അബ്സോർപ്ഷൻ കോസ്റ്റിൻ്റെ അകത്ത്. ഇനി മൂന്നാമത്തെയാണ് ആർബിട്രറി അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് റിസൾട്ട്സ് ഇൻ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് കോസ്റ്റ്. ആർബിട്രറി അപ്പോർച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആൾക്കാരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടപ്രകാരം അവർ അപ്പോർഷൻ ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റിന്, അതിനാണ് ആർബിട്രറി അപ്പോർച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആർബിട്രറി അപ്പോർച്ച്മെൻ്റ് ആണെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനെ ആർബിട്രറി അപ്പോർച്ച്മെൻ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ അണ്ടർ അബ്സോർപ്ഷനോ ഓവർ അബ്സോർപ്ഷനോ വരാനുള്ള സാധ്യതയുണ്ട് കോസ്റ്റിൽ. ഇനി മാർജിനൽ കോസ്റ്റിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ദർ ഇസ് നോ പ്രോബ്ലം ഓഫ് അണ്ടർ അബ്സോർപ്ഷൻ ഓർ ഓവർ ഹെഡ്സ് ആസ് ദ ഹോൾ എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. മൊത്തത്തിലുള്ള ഫിക്സഡ് കോസ്റ്റ് മൊത്തം അവിടെ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്ന കാരണം അവിടെ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ഒന്നും വരാനുള്ള ഒരു ചാൻസ് അവിടെ ഇല്ല. നാലാമത്തെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഈസ് കോൾഡ് നെറ്റ് പ്രോഫിറ്റ്. സെയിൽസും ടോട്ടൽ കോസ്റ്റിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഈസ് കോൾഡ് കോൺട്രിബ്യൂഷൻ. സെയിൽസും മാർജിനൽ കോസ്റ്റിനും കുറച്ച് ചെയ്യുമ്പം കോൺട്രിബ്യൂഷൻ അവിടെ കിട്ടും. ഇനി അഞ്ചാമത്തെയാണ് മാനേജൽ ഡിസിഷൻസ് ആർ ഗൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ്. മാനേജൽ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് മാനേജൽ ഡിസിഷൻസ് അവിടെ എടുക്കുന്നത്. ഇവിടെ മാനേജൽ ഡിസിഷൻസ് ആർ ഗൈഡഡ് ബൈ കോൺട്രിബ്യൂഷനെ വെച്ചുകൊണ്ടാണ് ഇവിടെ മാനേജൽ ഡിസിഷൻസ് അവിടെ എടുക്കുന്നത്. ഇനി ആറാമത്തെ, ഇറ്റ് ഡസ് നോട്ട് റിവീൽ ദ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് ഇവിടെ റിവീൽ ചെയ്യത്തില്ല. എന്നാൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അകത്ത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനകത്ത് സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് സ്യൂട്ടബിൾ ഫോർ ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ്. ഇനി എട്ടാമത്തെ, ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ടു ദി മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ അല്ല അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്ഫുൾ ടു ദി മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിങ്. അപ്പോൾ അത്രയാണ് ഡിഫറൻസ് പറഞ്ഞേക്കുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഇനി അടുത്തതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. The change in cost due to change in the level of activity or method of production is known as differential cost. Differential cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞേക്കുന്നത്? The change in cost due to the change in the level of activity. ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ. ഏതെങ്കിലും മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരികയോ അതുവഴി ഉണ്ടാകുന്ന കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇഫ് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസസ് ദ കോസ്റ്റ് ഇറ്റ് ഈസ് കോൾഡ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ചേഞ്ച് ഡിക്രീസസ് ദ കോസ്റ്റ്, ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ച് ഇപ്പോൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് അവിടെ ഡിക്രീസ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയും. ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് അവിടെ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റും, ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് അവിടെ ഡിക്രീസ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയും. ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് കമ്പയർഡ് വിത്ത് ഇൻക്രിമെൻ്റൽ റവന്യൂ ടു അസർട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ഒപ്റ്റിമൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഡിഫറൻഷ്യൽ കോസ്റ്റ് കമ്പയർ ചെയ്യും ഏതുമായിട്ട്? ഇൻക്രിമെൻ്റൽ റവന്യൂ ആയിട്ട് അവിടെ കമ്പയർ ചെയ്യും. എന്നതിന് വേണ്ട പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാൻ
വേണ്ടിയിട്ട് ഏതിൻ്റെ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ഒപ്റ്റിമൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ്റെ ഇപ്പം നല്ല രീതിയിലുള്ള മാക്സിമം ഇപ്പോൾ കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷനാണോ, അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ്റെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യൽ കോസ്റ്റും ഇൻക്രിമിനൽ റവന്യൂ ആയിട്ട് അവിടെ കമ്പയർ ചെയ്യും. അപ്പോൾ അതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയോ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. Following are the main differences between differential costing and marginal costing. ഒന്നാമത്തെ, the technique of marginal costing requires a clear distinction between variable cost and fixed cost, whereas no such distinction is made in differential costing. അപ്പോൾ എന്നാ പറഞ്ഞേക്കുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിനകത്ത് ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ വേണം. ഏത് തമ്മിൽ, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള ഒരു ക്ലിയർ ഡിഫറൻസ് അവിടെ ആവശ്യമാണ് മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത്. പക്ഷേ there is no such distinction is made in differential costing. ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിനകത്ത് ഇങ്ങനെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ അവിടെ വേണ്ട. ഇനി മാർജിനൽ കോസ്റ്റിംഗ്, കോൺട്രിബ്യൂഷൻ മാർജിൻ ആൻഡ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആർ ദി യാർഡ് സ്റ്റിക്സ് ഫോർ പെർഫോമൻസ് ഇവാലുവേഷൻ. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അകത്ത് കോൺട്രിബ്യൂഷൻ മാർജിനും പ്രോഫിറ്റ് വോളിയം റേഷ്യോ, അതായത് PV റേഷ്യോ എന്ന് പറയും, ഇത് രണ്ടെണ്ണമാണ് ഏതെന്ന് പറഞ്ഞേക്കുന്നത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത്, അളവ് പോലെന്ന് പറയുന്നത്. പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താം, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PV റേഷ്യോയും കോൺട്രിബ്യൂഷൻ മാർജിനുമാണ് മാർജിനൽ കോസ്റ്റിങ്ങിലെ അളവ് പോലെന്ന് പറയുന്നത്, യാർഡ് സ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇൻ ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ്, ഡിഫറൻഷ്യൽ കോസ്റ്റ് ആർ കമ്പയർഡ് വിത്ത് ഇൻക്രിമെൻ്റൽ റവന്യൂ ടു ടേക്ക് ഡിസിഷൻ. അതായത് ഡിഫറൻഷ്യൽ കോസ്റ്റിൻ്റെ അകത്ത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽ കോസ്റ്റാണ് അവിടെ ഇൻക്രിമെൻ്റൽ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അവിടെ ഡിസിഷൻ മേക്കിംഗ് അവിടെ എടുക്കുന്നത്. ഇനി മൂന്നാമത്തെയാണ് ഇൻ ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് നോട്ട് ഇൻകോപ്പറേറ്റഡ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, വേറാസ് ഇൻ മാർജിനൽ കോസ്റ്റ് ഈസ് ഇൻകോപ്പറേറ്റഡ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൻ്റെ അകത്ത് കാണിക്കത്തില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്യത്തില്ല. ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അകത്തോ മാർജിനൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ആയിരിക്കും. ഇനി നാലാമത്തെയാണ് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ്, ഫിക്സഡ് കോസ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ്, ഇറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബട്ട് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് കൺസിഡേഴ്സ് ചേഞ്ചസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അപ്പം മാർജിനൽ കോസ്റ്റിൽ നമ്മൾ പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഒരു വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കത്തുള്ളൂ, ഫിക്സഡ് കോസ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ്, അതുകൊണ്ട് അതിനെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൻ്റെ അകത്ത് എന്നാ പറയുന്നത്, ഫിക്സഡ് കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസിനെ അവിടെ കൺസിഡർ ചെയ്യും. കാരണം ചേഞ്ചസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് ഫിക്സഡ് കോസ്റ്റ് അവിടെ ചേഞ്ച് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യൽ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് അവിടെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. ഇനി അടുത്താണ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ പറഞ്ഞേക്കുന്നത്. Marginal cost equation is the mathematical expression of sales, variable cost and contribution. It reveals the relationship between fixed cost, variable cost, profit and sales in the form of an equation. അപ്പോൾ സെയിൽസും വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷനാണ് ഇതിൻ്റെ അകത്ത് ഇക്വേഷൻ വഴി കാണിച്ചിരിക്കുന്നത്. ഇക്വേഷൻ പഠിക്കുന്ന ഇക്വേഷൻ വെച്ചാണ് നമ്മൾ പ്രോബ്ലം അവിടെ ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇനി സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. Sales minus variable cost is equal to contribution. Fixed cost plus profit is equal to contribution. Profit is equal to contribution minus fixed cost. ഇനി മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ആണിത്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇതാണ് ഈ പറഞ്ഞേക്കുന്നത് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് is equal to contribution. S minus B is equal to F plus P is equal to C. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ അകത്ത് ഇക്വേഷൻ. ഇത് പഠിക്കേണ്ടതാണ്, ഈ 3 ഇക്വേഷനും അവിടെ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റിനും ക്വസ്റ്റിനകത്തുണ്ടെങ്കിൽ അത് രണ്ടും മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ഇനി കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ഉണ്ടെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്